നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ UDFന് സമഗ്രാധിപത്യം. 2020 നഷ്ടമായ കൊച്ചി കോർപ്പറേഷൻ മിന്നുന്ന ജയത്തോടെ UDF തിരിച്ചുപിടിച്ചു. LDFന് വലിയ തകർച്ച. അങ്കമാലി നഗരസഭയിൽ ഇരു മുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ സ്വതന്ത്രർ നിർണായകമാകും. 4 സ്വതന്ത്രർ വിജയിച്ചു കയറിയതോടെ നഗരസഭ ഇനി ആര് ഭരിക്കണമെന്ന് സ്വതന്ത്രർ തീരുമാനിക്കും. യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പറപ്പൂക്കര സ്വദേശികളായ എടത്തിപ്പറമ്പിൽ വീട്ടിൽ 23 വയസ്സുള്ള രോഹിത്, കിഴക്കൂട്ട് വീട്ടിൽ വിപിൻ, തറക്കൽ വീട്ടിൽ ഗിരീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ UDFന് സമഗ്രാധിപത്യം. 2020 നഷ്ടമായ കൊച്ചി കോർപ്പറേഷൻ മിന്നുന്ന ജയത്തോടെ UDF തിരിച്ചുപിടിച്ചു. LDFന് വലിയ തകർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. നഗരസഭകളിൽ ഒന്നിലും LDFന് മുന്നിലെത്താനായില്ല. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലും UDF വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ UDFന് സമഗ്രാധിപത്യം. ചരിത്രത്തിൽ ആദ്യമായി തൃപ്പൂണിത്തുറ നഗരസഭയിൽ NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 2020 അസാധാരണ മുന്നേറ്റത്തോടെ 4 പഞ്ചായത്തുകളിലും 1 ബ്ലോക്ക് പഞ്ചായത്തിലും ഭരണം നേടിയ 2020 ഇക്കുറി 2ഇടത്ത് മാത്രമാണ് ഭരണം ഉറപ്പിക്കാനായത്. 10 വർഷത്തെ ഭരണത്തിനു ശേഷം 2020 ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടമായ കൊച്ചി കോർപ്പറേഷൻ ഭരണം ഇക്കുറി മികച്ച വിജയത്തോടെ തിരിച്ചുപിടിച്ചത് UDFന് ഇടതുപക്ഷത്തോടുള്ള മധുര പ്രതികാരം കൂടിയായി. ആകെയുള്ള 76-ൽ 47-ലും UDF വിജയിച്ചു. വിമതശല്യം അലട്ടിയിട്ടും ശക്തമായ തിരിച്ചുവരവാണ് UDF നടത്തിയത്. അതേസമയം കഴിഞ്ഞ കൗൺസിലിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ആന്റണി കൂരിത്തറ പരാജയപ്പെട്ടു. സംസ്ഥാനത്തെ മികച്ച നഗരഭരണമെന്ന് പ്രചരിക്കപ്പെട്ടിട്ടും ഭരണകക്ഷിയായ LDFന്റെ സീറ്റ് നില 22ലേക്ക് ഒതുങ്ങി. ചരിത്ര വിജയത്തോടെയാണ് ജില്ലാ പഞ്ചായത്തിൽ UDF ഭരണം നിലനിർത്തിയത്. ആകെയുള്ള 28-ൽ 25 സീറ്റും UDF വിജയിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ 9 സീറ്റ് അധികം നേടിയാണ് UDF മുന്നേറ്റം. 16 സീറ്റായിരുന്നു 2025 ഉണ്ടായിരുന്നത്. 2025-ൽ 2020 പിടിച്ചെടുത്ത വെങ്ങോല, പുത്തൻകുരിശ് ഡിവിഷനുകൾ ഇക്കുറി അവർക്ക് നഷ്ടമായി. 2ഇടത്തും പാർട്ടി 2ാം സ്ഥാനത്തുണ്ട്. ജില്ലയിലെ 13 നഗരസഭകളിൽ 11ഉം UDFനാണ്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ച NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ജില്ലയിൽ ആദ്യമായാണ് ഒരു നഗരസഭയിൽ BJP നേതൃത്വം നൽകുന്ന മുന്നണി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നത്. നഗരപ്രദേശങ്ങളിൽ ആഞ്ഞടിച്ച UDF തരംഗം ഗ്രാമപഞ്ചായത്തുകളിലും പ്രകടമായി. ആകെയുള്ള 82 പഞ്ചായത്തുകളിൽ 66-ലും UDF ഭരണം നേടി. 7ഇടത്ത് മാത്രമാണ് LDFന് നേടാനായത്. കഴിഞ്ഞ തവണ 4ഇടത്ത് ഭരണം നേടിയ 2020 ഇക്കുറി അധികാരം കിഴക്കമ്പലത്തും ഐക്കരനാടും മാത്രമായി. ഐക്കരനാട് 2020 പ്രതിപക്ഷമില്ലെന്ന 2020-ലെ പ്രത്യേകത ഇക്കുറിയും ആവർത്തിച്ചു. മീഡിയ ടൈം, കൊച്ചി. എറണാകുളം ജില്ലയിലെ 10 പഞ്ചായത്തുകൾ അനിശ്ചിതത്വത്തിന്റെ തുലാസിൽ. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്തവിടങ്ങളിൽ ആരൊക്കെ സഹകരണത്തിന്റെയും നീക്കുപോക്കിന്റെയും അടവ് നയങ്ങളായെത്തുമെന്ന് കാത്തിരുന്നു കാണാം. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ ഓരോ ചുവടിലും സൂക്ഷിച്ചില്ലെങ്കിൽ അടിപതറുമെന്നുറപ്പ്. ചേന്ദമംഗലം പഞ്ചായത്തിൽ LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. ആകെ 19 സീറ്റുള്ള ഇവിടെ LDFനും UDFനും 9 സീറ്റുകൾ വീതമാണ്. ശേഷിക്കുന്ന 1 സീറ്റിൽ സ്വതന്ത്രനായി മത്സരിച്ച CPM വിമതനാണ് ജയിച്ചത്. CPMൽ നിന്ന് പുറത്താക്കിയ ഇയാളെ ആരൊപ്പം കൂട്ടാൻ തയ്യാറാകുന്നോ അവർക്കാകും ഭരണം. LDFന്റെ കയ്യിലുണ്ടായിരുന്ന കോട്ടുവള്ളി പഞ്ചായത്തിലും അനിശ്ചിതത്വമാണ്. ആകെയുള്ള 24 വാർഡുകളിൽ 11 സീറ്റ് UDFനും 10 സീറ്റ് LDFനുമാണ്. 3 സീറ്റ് NDAയ്ക്കുമാണ്. 13 സീറ്റുണ്ടെങ്കിൽ ഭരിക്കാം. ഒന്നുകിൽ NDAയുമായി സഹകരിക്കണം, അല്ലെങ്കിൽ LDFും UDFും ഒന്നിക്കണമെന്നതാണ് കോട്ടുവള്ളിയുടെ അവസ്ഥ. വടക്കേക്കരയിലും സമാനമായ സ്ഥിതിയാണ്. 21 സീറ്റുകളുള്ള ഇവിടെ 9 സീറ്റ് UDFനും 10 സീറ്റ് LDFനുമാണ്. 2 സീറ്റുള്ള NDAയുമായി സഹകരിക്കുന്നോ അതോ ഇരു മുന്നണികളും ഒന്നിക്കുമോ എന്ന് കണ്ടറിയണം. ഞാറയ്ക്കൽ, കല്ലൂർക്കാട്, രാമമംഗലം, പോത്താനിക്കാട്, പുതൃക്ക എന്നിവിടങ്ങളിലും ഭരണത്തിൽ അനിശ്ചിതത്വമുണ്ട്. മീഡിയ ടൈം, കൊച്ചി.
അങ്കമാലി നഗരസഭയിൽ ഇരു മുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ സ്വതന്ത്രർ നിർണായകമാകും. 4 സ്വതന്ത്രർ വിജയിച്ചു കയറിയതോടെ നഗരസഭ ഇനി ആര് ഭരിക്കണമെന്ന് സ്വതന്ത്രർ തീരുമാനിക്കും. LDFന് 13 സീറ്റും UDFന് 12 സീറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. NDAക്ക് 2 സീറ്റുമുണ്ട്. വിൽസൺ മുണ്ടാടൻ, ലക്സി ജോയി, വർഗീസ് വെമ്പിളിയത്ത്, ബിനി കൃഷ്ണൻകുട്ടി എന്നിവരാണ് അങ്കമാലി നഗരസഭയിൽ സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ചത്. ജയിച്ച സ്വതന്ത്രരിൽ 2 വനിതകളുമുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നതിനാൽ സ്വതന്ത്രരിൽ ആരെങ്കിലും ചെയർപേഴ്സണാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. LDFന് 13 സീറ്റും UDFന് 12 സീറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. NDAക്ക് 2 സീറ്റുമുണ്ട്. 31 വാർഡുകളുള്ള നഗരസഭയിൽ 16 സീറ്റുണ്ടെങ്കിലേ ഭരിക്കാനാകൂ. സ്വതന്ത്രർ ഏതു മുന്നണിയെ പിന്തുണയ്ക്കുന്നുവോ ആ മുന്നണിക്കായിരിക്കും ഭരണം. 4 സ്വതന്ത്രരും ഒരുമിച്ച് നിന്ന് വിലപേശാനാണ് സാധ്യത. കഴിഞ്ഞ തവണ വിൽസൺ മുണ്ടാടൻ, ലക്സി ജോയി എന്നിവരുൾപ്പെടെ 3 സ്വതന്ത്രർ ജയിച്ചിരുന്നു. മീഡിയ ടൈം, അങ്കമാലി. UDF തുടർഭരണം നടത്തുന്ന പറവൂർ നഗരസഭയിൽ ഇക്കുറി അവർക്ക് ഭൂരിപക്ഷം നേടാനായില്ല. 30 വാർഡുകളുള്ള ഇവിടെ 15 സീറ്റുകളിൽ മാത്രമാണ് UDF ജയിച്ചു കയറിയത്. നഗരസഭ 7ാം വാർഡിൽ മത്സരിച്ച CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രി S ശർമ്മയുടെ ഭാര്യയായ ആശാ ശർമ്മ പരാജയപ്പെട്ടു. 29 വാർഡുകൾ ഉണ്ടായിരുന്ന പറവൂർ നഗരസഭയിൽ കഴിഞ്ഞ തവണയും UDF 15 സീറ്റുകളോടെയാണ് ഭരണം പിടിച്ചത്. നഗരസഭ 7ാം വാർഡിൽ മത്സരിച്ച CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രി S ശർമ്മയുടെ ഭാര്യയായ ആശാ ശർമ്മ പരാജയപ്പെട്ടു. UDFിലെ മുൻ ചെയർമാൻമാരായ D രാജ്കുമാർ, പ്രദീപ് തോപ്പിൽ, VA പ്രഭാവതി, LDFിലെ മുൻ വൈസ് ചെയർമാൻ K സുധാകരൻ പിള്ള എന്നിവർ പരാജയപ്പെട്ടവരിൽ പെടും. NDA മുന്നണിയിലെ നിലവിലുള്ള കൗൺസിലർമാരായ G ഗിരീഷും രഞ്ജിത് മോഹനും പരാജയപ്പെട്ടു. 30 വാർഡുകളിലെ വോട്ടിംഗ് നില പുറത്തു വന്നപ്പോൾ 9 വാർഡുകളിൽ NDA സ്ഥാനാർത്ഥികൾ 2ാം സ്ഥാനത്തെത്തി. UDF 7 വാർഡുകളിലും LDF 3 വാർഡുകളിലുമാണ് 2ാം സ്ഥാനത്തെത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാർഡായ 21 കേസരി വാർഡിൽ NDA സ്ഥാനാർത്ഥി ആശാ മുരളി ഇക്കുറിയും 19 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം കൊയ്തു. കോടതി 7ാം വാർഡിലാണ് LDF ദയനീയ പരാജയം ഏറ്റുവാങ്ങിയത്. ഇവിടെ CPMന്റെ മുതിർന്ന നേതാവായ S ശർമ്മയുടെ ഭാര്യ ആശാ ശർമ്മയ്ക്ക് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPMലെ EG ശശി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച വാർഡാണിത്. ഇക്കുറി ഇവിടെ NDA സ്ഥാനാർത്ഥി നന്ദിനി രമേശ് 15 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. UDFിലെ രജിത ഉണ്ണികൃഷ്ണൻ 186 വോട്ടും ആശാ ശർമ്മ 142 വോട്ടും നേടി. ആശ സ്വതന്ത്ര ചിഹ്നത്തിലാണ് ഇവിടെ മത്സരിച്ചത്. മീഡിയ ടൈം, പറവൂർ. മാള ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിൽ BJPയുടെ വിജയാഘോഷത്തിനിടെ ഗുണ്ട് കൈയിലിരുന്ന് പൊട്ടിത്തെറിച്ച് BJP പ്രവർത്തകന് ഗുരുതര പരിക്കേറ്റു. ആനപ്പാറ സ്വദേശിയായ തച്ചനാടൻ വീട്ടിൽ സതീശനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ സതീശനെ ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡായിരുന്ന 5ാം വാർഡിൽ ആദ്യമായാണ് NDA സ്ഥാനാർത്ഥി വിജയം നേടുന്നത്. വിജയാഘോഷത്തിനിടെയാണ് അപകടം സംഭവിച്ചത്. മാള ഗ്രാമപഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികളായ ദമ്പതികൾ വിജയം കൈവരിച്ചു. 15ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായ നിത ജോഷി 702 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 16ാം വാർഡായ മാള ടൗൺ വാർഡിൽ UDF സ്ഥാനാർത്ഥിയായ ജോഷി കാഞ്ഞുത്തറ 259 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എതിരാളിക്കൊരു പോരാളി. മാളയിലെ ജോഷി കാഞ്ഞുത്തറയെ അങ്ങനെ വിശേഷിപ്പിക്കാം. രാഷ്ട്രീയ ജീവിതത്തിൽ പോരാട്ടം ജോഷിക്കൊരു ലഹരിയാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്തും പാർട്ടി ശത്രുക്കളോടുമുള്ള ജോഷിയുടെ പോരാട്ടം ഇന്ന് തുടങ്ങിയതല്ല. വെല്ലുവിളികൾ ഏറ്റെടുത്തു തന്നെയാണ് ജോഷി കാഞ്ഞുത്തറ എന്ന രാഷ്ട്രീയക്കാരൻ മാളയിൽ തലനിവർത്തി നടന്നത്. അതിനിടയിൽ സ്വതന്ത്രനായും റിബലായും പാർട്ടി ചിഹ്നത്തിലും മത്സരിച്ച് ജയിച്ചു കയറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വ്യക്തിപരമായ ഒരു പോലീസ് കേസിൽപ്പെട്ട് ഒളിവിൽ പോയി. തുടർച്ചയായ പഞ്ചായത്ത് കമ്മിറ്റികളിൽ പങ്കെടുത്തില്ല എന്ന കാരണത്താൽ ഭരണ നേതൃത്വം ജോഷിയുടെ അംഗത്വം റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. അംഗത്വം നഷ്ടമായെങ്കിലും ഭാര്യ നിതാ ജോഷിയെ കളത്തിലിറക്കി വിജയിപ്പിച്ചാണ് മധുരപ്രതികാരം ജോഷി തീർത്തത്. ഇത്തവണ അതേ വാർഡിൽ നിന്ന് വീണ്ടും നിത മത്സരിച്ചപ്പോൾ 765 വോട്ടുകൾ നേടിയാണ് വീണ്ടും പഞ്ചായത്ത് അംഗമായി മാറുന്നത്. സ്വന്തം പാർട്ടിയിലെ 2 റിബലുകളെയും LDF, BJP സ്വതന്ത്രന്മാരെയും തറപറ്റിച്ചാണ് ഇത്തവണ മാള ടൗൺ വാർഡ് 16ൽ നിന്ന് 259 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജോഷി പുഞ്ചിരിക്കുന്നത്.
ഭർത്താവും ഭാര്യയും ഒരേ സമയം മാള ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ചു കയറിയപ്പോൾ രാഷ്ട്രീയം ഇവർക്ക് കുടുംബക്കാര്യം കൂടിയാണ്. ജനപിന്തുണയിൽ ഇവർ വോട്ടർമാരോട് നന്ദി പറയുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട 15-ാം വാർഡിലെ വോട്ടർമാർക്ക് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ എന്നെ വിജയിപ്പിച്ച് വീണ്ടും മെമ്പറായി തെരഞ്ഞെടുത്തതിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. എന്നും നിങ്ങളോടൊപ്പം തന്നെ ഞാൻ ഉണ്ടാകുമെന്ന് പറയുകയും നിങ്ങളുടെ എല്ലാവിധ ഉയർച്ചയ്ക്കും വാർഡിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരു കുടുംബത്തിൽ അംഗമായിട്ട് തന്നെ ഞാൻ ഉണ്ടാകുമെന്നും ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. മീഡിയ ടൈം, മാള. യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പറപ്പൂക്കര സ്വദേശികളായ എടത്തിപ്പറമ്പിൽ വീട്ടിൽ കുട്ടൻ എന്ന രോഹിത് 23 വയസ്സ്, കിഴക്കൂട്ട് വീട്ടിൽ വിപിൻ 36 വയസ്സ്, തറക്കൽ വീട്ടിൽ ഗിരീഷ് 40 വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത്. പറപ്പൂക്കര സ്വദേശി പാണ്ഡ്യത്ത് വീട്ടിൽ അഖിൽ 27 വയസ്സാണ് കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 9ഓടെ പറപ്പൂക്കരയിലായിരുന്നു സംഭവം. രോഹിത്തിന്റെ സഹോദരിയെ ഇഷ്ടമാണെന്ന് അഖിൽ പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. മാരകായുധങ്ങളുമായി എത്തിയ പ്രതികൾ തർക്കത്തിനിടെ അഖിലിനെ കുത്തുകയായിരുന്നു. സംഭവത്തിൽ പറപ്പൂക്കര സ്വദേശികളായ എടത്തിപ്പറമ്പിൽ വീട്ടിൽ കുട്ടൻ എന്ന രോഹിത് 23 വയസ്സ്, കിഴക്കൂട്ട് വീട്ടിൽ വിപിൻ എന്ന പോപ്പി 36 വയസ്സ്, തറക്കൽ വീട്ടിൽ ഗിരീഷ് 40 വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത്. പറപ്പൂക്കര സ്വദേശി പാണ്ഡ്യത്ത് വീട്ടിൽ അഖിൽ 27 വയസ്സാണ് കൊല്ലപ്പെട്ടത്. രോഹിത് പുതുക്കാട് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് ഉപയോഗിച്ച കേസിലെ പ്രതിയാണ്. വിപിന്റെ പേരിൽ പുതുക്കാട് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസുണ്ട്. പുതുക്കാട് SHO ആദം ഖാൻ, SI മാരായ N പ്രദീപ്, PV പാട്രിക്, വിഷ്ണു, GSI മാരായ അനന്തകുമാർ, പ്രസന്നൻ, ASI ആൻഡോ, ഗ്രേഡ് സീനിയർ CPO ദീപക്, CPO യദു എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, പുതുക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ UDF-ന് സമഗ്രാധിപത്യം. 2020-ൽ നഷ്ടമായ കൊച്ചി കോർപ്പറേഷൻ മിന്നുന്ന ജയത്തോടെ UDF തിരിച്ചുപിടിച്ചു. LDF-ന് വലിയ തകർച്ച. അങ്കമാലി നഗരസഭയിൽ ഇരു മുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ സ്വതന്ത്രർ നിർണായകമാകും. 4 സ്വതന്ത്രർ വിജയിച്ചു കയറിയതോടെ നഗരസഭ ഇനി ആര് ഭരിക്കണമെന്ന് സ്വതന്ത്രർ തീരുമാനിക്കും. യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പറപ്പൂക്കര സ്വദേശികളായ എടത്തിപ്പറമ്പിൽ വീട്ടിൽ 23 വയസ്സുള്ള രോഹിത്, കിഴക്കൂട്ട് വീട്ടിൽ വിപിൻ, തറക്കൽ വീട്ടിൽ ഗിരീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.